ഹലോ, ഇന്നൊരു ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോസാണ് കേട്ടോ പറയണത്. നമ്മളെ പറമ്പിലൊക്കെ ഒരുപാട് മാവിൻ്റെ തൈകൾ മുളച്ച് നിൽക്കുന്നുണ്ടാവും. അതിൽ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം കുഴിച്ചിട്ടിട്ട് ലീഫൊക്കെ വരുന്ന വീഡിയോസാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടിലുള്ള കാലാപ്പാടി എന്ന് പറഞ്ഞ മാവാണ്. അതിൽ നിന്നൊരു സെയൻ്റെ കഷ്ണം നമ്മൾ തിരഞ്ഞെടുത്തതാണ് ഇട്ടത്. നല്ല കായ്ക്കുന്ന മാവാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേപ്പാണ് കേട്ടോ. ഇതിൻ്റെ ലീഫൊക്കെ നന്നായി കട്ട് ചെയ്യട്ടോ. ലീഫൊക്കെ ഒന്നും അതിന്മേൽ വെക്കാൻ പാടില്ല. അപ്പോൾ അത് ചീഞ്ഞിട്ട് കേടായിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ ഫംഗസ് വരും. എന്നിട്ട് സെയൻ്റെ ഒത്ത സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ച റൂട്ട് സ്റ്റോക്കാണ് ഇട്ടത്. ഇതിൻ്റെ ഈ തൈ ഒത്ത സെൻറ്ററിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലൊരു പുതിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നല്ല ചെത്തി കളയുക. ഫ്ലാറ്റായിട്ടിട്ടാൽ വളയാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ടച്ചായി കിട്ടൂല. പുതിയ ബ്ലേഡ് എടുക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. പഴയ ബ്ലേഡ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച ബ്ലേഡായി കഴിഞ്ഞാൽ പിന്നെ ഫംഗസ് വരും, അപ്പോൾ പിടിക്കൂല. അതേപോലെ തന്നെ രണ്ട് സൈഡ് ഭാഗത്തും ഇതിൻ്റെ തൊലി അവിടെ നിൽക്കണം. അതേപോലെ നമ്മൾ അവിടെ തൊട്ട് കഴിഞ്ഞാലും ഫംഗസ് വരും കേട്ടോ. അതിൻ്റെ ശേഷം റൂട്ട് സ്റ്റോക്ക് നന്നായി താഴേക്ക് കുറച്ച് ഭാഗം കീറി കൊടുത്തതിന് ശേഷം നമ്മൾ സയണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് രണ്ട് ഭാഗം തൊലി തമ്മിൽ ടച്ച് ചെയ്യുന്ന രണ്ട് ഭാഗം തട്ടിച്ച് അവിടെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നല്ല അമർത്തി പിടിച്ചിട്ട് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റി കൊടുക്കുക കേട്ടോ. വീതി കുറഞ്ഞ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ആകുമ്പോൾ നമുക്ക് ചുറ്റാൻ എളുപ്പമാണ്. വീതി ഉള്ളതാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ചുറ്റാൻ. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല പോട്ട് തയ്യാറാക്കിയിട്ട് അതിൽ കുഴിച്ചിടുക. അതിന് ശേഷം കെട്ടിക്കൊടുക്കുക. ഒരു നൂലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ വെച്ച സൈണുമ്മ തട്ടാതെ കവറ് കെട്ടിക്കൊടുക്കുക. കവറ് സാഫ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം തെളിച്ച് കൊടുത്തിട്ടും ചിലർ ചെയ്യും ഫംഗസ് വരുന്നതിന്. പക്ഷെ ഇപ്പം അത് ചെയ്തിട്ടില്ല. കുറച്ച് ദിവസത്തിന് ശേഷം അത് നമ്മൾ വെച്ച ഗ്രാഫ്റ്റ് ചെയ്ത തൈ നന്നായി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞ